ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പച്ചപ്പയറും പൊട്ടാറ്റോയും കൂടെ വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇതിനായിട്ട് ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 15ഓളം വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരണം. ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിച്ചു വെച്ച ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം നമുക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 kg പയറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്ത ശേഷം നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പൊട്ടാറ്റോ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ഇതുപോലെ കനം കുറച്ച് അരിയുന്നതുകൊണ്ട് പയറിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ച് മൂടി വെച്ചിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ആദ്യം ഒരു 2 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ പൊട്ടാറ്റോയും പയറെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 2-3 സെക്കൻഡ് കൂടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് ഒന്ന് ട്രൈ ആക്കി എടുക്കാം. അപ്പോഴാണ് അത് പ്രോപ്പർ ടേസ്റ്റ് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പയറും പൊട്ടാറ്റോയും കൂടിയിട്ടുള്ള ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.